പരുന്തുംപാറയിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടാഗോർ പാറയും അവിടെ അടുത്തുള്ള നേച്ചർ സ്റ്റേയും കൂടെ ആഷ്ലി എസ്റ്റേറ്റിലെ മദാമ കുളവും എക്സ്പ്ലോർ ചെയ്യാനാണ് നിങ്ങളെല്ലാവരും ഇന്ന് കൊണ്ടുപോകുന്നത്. ആരും ഇല്ലാത്ത പരുന്തുംപാറ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ വ്യൂ. അതിരാവിലെ ഇവിടെ എത്തിയാൽ ഇങ്ങനെയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ താഴെ വന്നപ്പോൾ തന്നെ നല്ല കാറ്റും കോടയൊക്കെ ആയി വ്യൂസൊക്കെ വിസിബിൾ അല്ലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും കോട വരികയും പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ. ഫാമിലിയായി ട്രാവൽ ചെയ്യുന്നവരുടെയും ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഈ പരുന്തുംപാറ. സാധാരണ എല്ലാവരും ഇവിടെ വന്ന് ഈ സ്പോട്ടിൽ വന്ന് പോകുന്നതല്ലാതെ കുറച്ച് താഴെ മാറി നിൽക്കുന്ന ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാറ ആരും എക്സ്പീരിയൻസ് ചെയ്യാറില്ല. നമ്മുടെ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുഖത്തോട് സാമ്യമുള്ളതുകൊണ്ട് ഈ ഈഗിൾ പോയിന്റിനെ ടാഗോർ പാറ എന്നും വിളിക്കാറുണ്ട്. നേരിട്ട് നടന്നിറങ്ങാൻ ഇവിടെ പറ്റാത്തതുകൊണ്ട് ഇരുന്ന് വേണം ഈ പാറയുടെ മുകളിൽ നിന്നും താഴെയുള്ള ലാൻഡിങ്ങിലേക്ക് എത്താൻ. ഈ ട്രെക്കിങ്ങിൽ കുറച്ച് കെയറടക്കേണ്ട സ്പോട്ട് തന്നെയാണത്. പക്ഷേ ഈ സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞാൽ പിന്നെ നേരെ കാണുന്നത് നമ്മുടെ ടാഗോർ പാറയാണ്. നമ്മുടെ മൈൻഡിൽ ആ പേടി എന്ന് പറഞ്ഞ വില്ലനെ ഓവർകം ചെയ്താൽ പിന്നെ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ ടാഗോർ പാറ എക്സ്പീരിയൻസ് ചെയ്ത് നേരെ നമ്മുടെ സ്റ്റേയിലേക്ക്. തേയിലത്തോട്ടങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഇടുക്കി ജില്ലയിലെ പാമ്പനാർ എന്ന സ്ഥലത്താണ്. പാമ്പനാറിൽ വർഷം മുഴുവൻ തണുത്ത ക്ലൈമറ്റുമാണ്. 10 ഡിഗ്രി തൊട്ട് 25 ഡിഗ്രി വരെ ഇവിടുത്തെ ടെമ്പറേച്ചർ. മഴക്കാലത്താണെങ്കിൽ പിന്നെ ഇവിടുത്തെ ഫീൽ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ട്രാവൽ ചെയ്തു പോകാൻ വാഗമണ്ണും കുട്ടിക്കാനവും തേക്കടിയും ഉണ്ട്. കൂടാതെ മസ്റ്റ് വിസിറ്റ് സ്പോട്ടായി നമ്മൾ ഇന്ന് രാവിലെ പോയ പരുന്തുംപാറയും പാഞ്ചാലിമേടും വളഞ്ഞങ്ങാനം വാട്ടർഫാൾസും ശിവമലയൊക്കെ അടുത്ത് തന്നെയുണ്ട്. ഇതൊന്നും അല്ലാതെ ബ്രിട്ടീഷുകാർ ഫേമസ് ആക്കിയ മദാമക്കുളവും. നമ്മുടെ ഇന്നത്തെ പ്ലാനിൽ മദാമക്കുളത്തേക്കുള്ള ജീപ്പ് ട്രെക്കിങ്ങും ഉണ്ട്. സോ ജീപ്പ് ഇനി വേണം നമുക്ക് ബുക്ക് ചെയ്യാൻ. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് റിസപ്ഷനിലേക്ക്. ഇവിടുത്തെ റിസപ്ഷൻ ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. റിസപ്ഷൻ തൊട്ട് വല്ലാത്തൊരു ഗ്രീനറിയാണ് ഇവിടെ. അങ്ങനെ കുറച്ച് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കീയുമായി നമ്മുടെ റൂമിലേക്ക്. 7 ഏക്കറിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. കൂടെ നേച്ചർ ഫ്രണ്ട്ലിയും കൂടിയാണ്. കാരണം ഇവിടെയുള്ള മരങ്ങളും ചെടികളും ഒന്നും തന്നെ വെട്ടിക്കളയാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ റൂമുകളും വില്ലകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയോടുകൂടെ പീസ്ഫുള്ളായ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇൻഹൗസായി തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്തൊരു സൈലൻസ് ആണ് ഇവിടെ മുഴുവൻ. നമ്മുടെ വില്ലയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. 2 സൈഡിലും മരങ്ങളും വലിയ മുളകളൊക്കെ ആയി ഒരു ഇൻസൈഡ് ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വില്ല. 2 ബെഡ്റൂം വില്ലയാണ്. കൂടെ പ്രൈവറ്റ് പൂളും. ഡോർ തുറന്ന് നേരെ കാണുന്നത് കോമൺ ലിവിങ് സ്പേസ് ആണ്. നല്ല ടയേർഡാണ്, ഒന്ന് റെസ്റ്റ് എടുക്കണം. പിന്നെ നാളെ രാവിലെ മദാമക്കുളത്തേക്കുള്ള ജീപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ ഈ കോമൺ സ്പേസിന് പുറത്തേക്ക് ഒരു ഓപ്പൺ ബാൽക്കണിയുണ്ട്. ഇതിന് പുറത്തിറങ്ങിയാൽ ചുറ്റിനും മുളകളാണ്.
അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് പുറത്തേക്ക് നോക്കിയപ്പോൾ നൈറ്റ് ആയി. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോകണം. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ ടീ ഹൗസ് ഉള്ളത്. 4 മണിയോടെ ടീയും സ്നാക്സും ഇവിടെ ഉണ്ടാവുമെന്ന് റിസപ്ഷൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോൾ ഡിന്നർ ടൈമായി. അത്യാവശ്യം കൂടുതൽ പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ആയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വകുപ്പൊക്കെ ഇവിടെ തന്നെയുണ്ട്. രാത്രിയായിട്ടും ഗസ്റ്റുകളൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഏകദേശം 40 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണിത്. പല വെറൈറ്റികളിൽ ബുഫേ സ്റ്റൈലിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. ഡെഡിക്കേറ്റഡായി ഷെഫ്സ് ഉള്ളതുകൊണ്ടാവാം ഫുഡെല്ലാം നല്ല വെറൈറ്റി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ് ഒരു പ്രത്യേകത തന്നെയാണ്. ഈ അൾട്ടിമേറ്റ് സൈലൻസിൽ ചെറിയ ലൈറ്റ്സ് ഒക്കെ ആയി വല്ലാത്തൊരു വൈബാണ്. തിരിച്ച് റൂമിലെത്തി നേരെ സിസ്റ്റത്തിലേക്ക്. അതങ്ങനെയാണല്ലോ, എങ്ങനെയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്താലും കുറച്ച് നേരമെങ്കിലും വർക്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളും ഇങ്ങനെ തന്നെയല്ലേ? വർക്കും ലൈഫും ബാലൻസ് ചെയ്ത് പോകണ്ടേ? നാളെ രാവിലെ മദാമക്കുളം പോകാനുള്ള ജീപ്പ് സെറ്റ് ചെയ്തു. ഇവിടുന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ജീപ്പ് ട്രക്കിംഗ്. ബ്രിട്ടീഷിൻ്റെ മദാമക്കുളം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നാളെ രാവിലെ കാണാം. അങ്ങനെ നമ്മുടെ ധർമ്മരാജ് ഭായുടെ ജീപ്പ് രാവിലെ തന്നെ റിസപ്ഷനിലെത്തി മദാമക്കുളത്തേക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പ്രോപ്പർട്ടിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. കുട്ടിക്കാനം വഴി ആഷ്ലി എസ്റ്റേറ്റിൽ എൻട്രൻസിൽ വന്ന് ഉള്ളിലേക്ക് 5 കിലോമീറ്റർ ജീപ്പ് ട്രെക്കിംഗ് ഉണ്ട്. ഈ 5 കിലോമീറ്റർ ഓഫ് റോഡ് തന്നെയാണ്. ഏകദേശം 280 ഏക്കറാണ് ആഷ്ലി എസ്റ്റേറ്റ്. ഈ പേര് നിങ്ങൾ നമ്മുടെ ഒരു മലയാളം സിനിമ കേട്ടിട്ടുണ്ടാവും. ഇയോബിൻ്റെ പുസ്തകത്തിൽ കാണിക്കുന്ന ബംഗ്ലാവ് ആഷ്ലി എസ്റ്റേറ്റിനുള്ളിലാണ് ഉള്ളത്. പക്ഷെ അങ്ങോട്ടുള്ള എൻട്രൻസ് ക്ലോസ്ഡാണ് ഇപ്പോൾ. മദാമക്കുളം എത്തുന്നതിന് ഒരു 150 മീറ്റർ മുമ്പ് വരെ നമ്മുടെ ജീപ്പ് എത്തും. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇടയ്ക്ക് വേറെ ഒന്നും അവിടെ എത്തുന്നവരെ നമുക്ക് കാണാൻ പറ്റില്ല. ഇടയ്ക്കുള്ള മഴ കാരണം ചില സ്ഥലങ്ങളിൽ ജീപ്പ് പോകാൻ പോലും ടഫാണ്. അങ്ങനെ ജീപ്പ് പാർക്ക് ചെയ്ത് താഴത്തേക്ക് നടന്നു. നേരത്തെ പറഞ്ഞ പോലെ 150 മീറ്റർ നടക്കാനുണ്ട് വാട്ടർഫാൾസിലേക്ക്. ചെറിയൊരു വഴിയാണ് ഇങ്ങോട്ട്. വഴിയുള്ള ചെടികളൊക്കെ മാറ്റി വേണം മുമ്പോട്ട് നടക്കാൻ. വാട്ടർഫാൾസിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെ തൊട്ട് കേൾക്കാൻ പറ്റും. താഴേക്ക് ഇറങ്ങി വരുന്നത് കുറച്ച് റിസ്ക്കാണ്. 2 കുത്തനെയുള്ള പാറകൾ കഴിഞ്ഞ് വേണം വാട്ടർഫാൾസിൻ്റെ മുമ്പിലേക്ക് എത്താൻ. ഇരുന്ന് വേണം ഇറങ്ങാൻ. ഇറങ്ങി താഴെ എത്തിയാൽ നമ്മുടെ മുമ്പിൽ ഈ കാണുന്നതാണ് മദാമക്കുളം. ഈ മുമ്പിൽ കാണുന്ന ആദ്യത്തെ സ്പോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ആഴം കൂടുതലുള്ളതുകൊണ്ട് പ്രിക്കോഷൻ എടുത്ത് വേണം ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ. മുകളിൽ നിന്നും താഴേക്കായി ടോട്ടൽ 3 സെക്ഷനാണ് ഈ വാട്ടർഫാൾസിന്. ഇതിന് മദാമക്കുളം എന്ന് പേര് വന്നതും കുറച്ച് വർഷങ്ങളായി ഫേമസ് ആവാനും ഒരു റീസൺ ഉണ്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ആഷ്ലി എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള മദാമമാരും സായിപ്പുമാരും ഇവിടെ വന്നാണ് കുളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ വാട്ടർഫാൾസിൻ്റെ മുകളിൽ ഉറുമ്പിക്കരയാണ്. ഉറുമ്പിക്കര ഓഫ് റോഡിന് ഫേമസ് ആണ്. അവിടെ വരുന്നവരും ട്രെക്കിംഗ് എടുത്ത് ഇങ്ങോട്ട് നടന്നു വരാറുണ്ട്. മരങ്ങളെ ചുറ്റപ്പെട്ട ഈ മദാമക്കുളം ഏതായാലും ഈ പേരുകൊണ്ട് തന്നെ ഫേമസ് ആയി കഴിഞ്ഞു. ട്രെക്കിങ്ങും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങോട്ട് വരാം. ഇവിടം നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉറപ്പ് തന്നെയാണ്. അങ്ങനെ മദാമക്കുളം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് റൂമിലേക്ക്. ചെക്കൗട്ട് ടൈം ആയി വരുന്നു. അതിന് മുമ്പൊന്ന് ഫ്രഷ് ആവണം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്. നമ്മുടെ റൂമിൽ നിന്ന് നേരിട്ട് പൂളിലേക്ക് എൻ്റർ ചെയ്യാം. മുളകളും കരിങ്കൽ പാളികളും കൊണ്ടാണ് ഈ പൂളിൻ്റെ സൈഡൊക്കെ ഫെൻസ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ആയിട്ടും ഗ്രൂപ്പായൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പൂൾ ഫെസിലിറ്റിയാണിത്. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് റിസപ്ഷനിലേക്ക്. ഇവിടെയുള്ള മറ്റു റൂമുകളും വില്ലകളും ഒന്നും കാണാൻ ടൈം കിട്ടിയില്ല. ഈ പോകുന്ന വഴി നമുക്കൊന്ന് കണ്ടുപോവാം. ഓരോ തട്ടുകളിൽ ഓരോ വില്ലകളായിട്ട് തമ്മിൽ ഗ്യാപ്പ് ഇട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് പൂൾ അല്ലാതെ ഇവിടെ ഒരു കോമൺ പൂളും അവൈലബിൾ ആണ്. ഈ പൂളിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് അത്യാവശ്യം വലിയ പൂളായതുകൊണ്ട് വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ കോമൺ പൂളിൻ്റെ സൈഡിൽ താഴെയായിട്ട് ഒരു സ്പാ അവൈലബിൾ ആണ് ഇവിടെ. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു 360 ഡിഗ്രി വാച്ച് ടവർ ഉണ്ട്. ഏകദേശം 20 അടിയോളം ഹൈറ്റുള്ള ഈ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ ഈ പ്രോപ്പർട്ടി ചുറ്റിനുമുള്ള തേയിലത്തോട്ടങ്ങളും ഇവിടുത്തെ സൺസെറ്റും ക്ലിയറായി കാണാം. ഈ വാച്ച് ടവറിനടുത്തായി ഒരു ഗ്രീൻ ടർഫ് അവൈലബിൾ ആണ്. ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ സാധാരണ റോഡ് സൈഡിലാണ് ടർഫ് കാണുന്നത്. ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ആദ്യമായിട്ടാണ് ഈ ടർഫ് കാണുന്നത്. അങ്ങനെ ഈ നേച്ചർ പ്രോപ്പർട്ടിയും കൂടെ ടാഗോർ പാറയും മദാമക്കുളവും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക്. നിങ്ങൾ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, എനർജി വേറെ ഒന്നിലും കിട്ടില്ല. മറ്റൊരു യാത്രയുമായി ഉടനെ കാണാം. ഈ ചെറിയ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.